തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരുടെ അമ്മ ശ്രീതു സാമ്പത്തിക കേസിൽ റിമാൻഡിലായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിലാണ് ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി മകൾ ദേവേന്ദുവിന്റെ കൊലപാതക കേസിലടക്കം ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെന്ന് കാട്ടി ബാലരാമപുരം അന്തിയൂർ സ്വദേശിയാണ് ശ്രീതുവിനെതിരെ ആദ്യം പരാതി നൽകിയത്. ഇതുൾപ്പെടെ 3ലധികം പരാതികൾ പോലീസിന് ലഭിച്ചു. പിന്നാലെയാണ് ശ്രീതുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദേവസ്വം ബോർഡിൽ താൽക്കാലികമായി പോലും ജോലി ചെയ്യാത്ത ശ്രീതു വ്യാജരേഖ ചമച്ചാണ് പണം തട്ടിയത്. ഇവര് പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് കോടതിയിൽ ഹാജരാക്കും. 10ഓളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതി മനസ്സിലായെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. വഞ്ചനാകുറ്റവും വ്യാജരേഖ ചമയ്ക്കലും അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശ്രീതുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മകൾ ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ശ്രീതുവിന് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയായ സഹോദരൻ ഹരികുമാറിന്റെയും ശ്രീതുവിന്റെയും വാട്സ്ആപ്പ് ചാറ്റുകൾ കണ്ടെത്തിയാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും. അതേസമയം പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് നാളെ അപേക്ഷ നൽകും. ഹരികുമാർ മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നതിനാൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിലാകും ചോദ്യം ചെയ്യൽ. ശ്രീതുവിനായും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇരുവരെയും ഒന്നിച്ചിരുത്തി ദേവേന്ദു കേസിലും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.